നമസ്കാരം. BSNL കേന്ദ്ര സർക്കാരിനോട് 15,000 കോടി രൂപ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. കമ്പനിയിൽ VRS അഥവാ വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം 2.0 നടപ്പിലാക്കാൻ BSNL ആഗ്രഹിക്കുന്നുണ്ട്. ഇത് നടപ്പാക്കുന്നതിനായാണ് കേന്ദ്ര സർക്കാരിനോട് സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് BSNL ബോർഡ് ടെലികോം വകുപ്പിന് നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശം ഉടൻ തന്നെ ക്യാബിനറ്റിൽ അയക്കും. BSNLന്റെ ചിലവ് കുറയ്ക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ദീർഘകാല പദ്ധതിയുടെ ഭാഗമായിട്ടാണ് VRS 2.0 നടപ്പിലാക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് 2019 BSNL ഒരു VRS പ്രോജക്റ്റ് നടപ്പിലാക്കിയിരുന്നു. അത് ഏറെ ഗുണം ചെയ്തു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം സ്ഥാപനമായ BSNLന്റെ നല്ലൊരു ഭാഗവും പോകുന്നത് ജീവനക്കാരുടെ ചിലവിലേക്കാണ്. അതായത് BSNL വരുമാനത്തിന്റെ 38% അല്ലെങ്കിൽ ഏകദേശം 75,000 കോടി രൂപ ജീവനക്കാർക്കായിട്ടാണ് ചിലവഴിക്കുന്നത്. അതിനാൽ ചിലവ് കുറയ്ക്കാനുള്ള നടപടികളുടെ ഭാഗമായി VRS 2.0 പ്രോജക്റ്റ് നടപ്പാക്കാൻ BSNL ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. VRS 2.0 പ്രോജക്റ്റിലൂടെ തങ്ങളുടെ തൊഴിലാളികളിൽ ഏകദേശം 18,000 മുതൽ 19,000 ജീവനക്കാരെ കുറയ്ക്കാൻ BSNL ആഗ്രഹിക്കുന്നുവെന്ന് ET റിപ്പോർട്ടുണ്ട്. ഇതിലൂടെ ജീവനക്കാർക്കായി 75,000 കോടി രൂപ ചിലവഴിക്കുന്നത് ഒരു വർഷം 5,000 കോടി രൂപയായി കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. സർക്കാർ സഹായത്തോടെ VRS 2.0 നടപ്പിലാക്കിയാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന BSNLന് അത് ഏറെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. 2019 കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച ദുരിതാശ്വാസ പാക്കേജിന്റെ ബലത്തിൽ BSNL VRS പ്രഖ്യാപിച്ചു. ചിലവ് കുറയ്ക്കാനും പ്രവർത്തനക്ഷമത നേടാനും അത് BSNLനെ സഹായിച്ചു. ഇപ്പോൾ വീണ്ടും അതുതന്നെ ആവർത്തിക്കാൻ BSNL ആഗ്രഹിക്കുകയാണ്. ഇതിനകം വിവിധ ദുരിതാശ്വാസ പാക്കേജുകളിലായി കേന്ദ്രത്തിൽ നിന്ന് BSNLന് ലക്ഷക്കണക്കിന് കോടി രൂപ സഹായമായി അനുവദിച്ചിട്ടുണ്ട്. അതിൽ പണമായി ലഭിച്ചത് 21,000 കോടി രൂപയാണ്. ബാക്കി തുക സ്പെക്ട്രവും മറ്റും നൽകിയിട്ടുള്ള ആസ്തികളുടെ മൂല്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നിലവിൽ BSNL 4G വ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനും ഫണ്ട് വേണം. ഈ സാഹചര്യത്തിൽ VRS 2.0 നടപ്പാക്കാനുള്ള ഫണ്ട് BSNLന്റെ പക്കലില്ല. അതിനാണ് കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടിയിരിക്കുന്നത്. മികച്ച രീതിയിൽ ജോലി ചെയ്യാനും BSNLന്റെ നേട്ടങ്ങളിലേക്ക് നയിക്കാനും കെൽപ്പുള്ള ഊർജ്ജസ്വലരെ നിലനിർത്താനും ഈ പ്രൊജക്ട് BSNLനെ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഭാവിയിൽ ടെക്നോളജിയിലൂടെയും AI-യിലൂടെയും ഒക്കെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുമെന്ന് പാർലമെന്ററി സമിതി അടുത്തിടെ BSNLനോട് നിർദ്ദേശിച്ചിരുന്നു. ഫിനാൻഷ്യൽ ഇയർ 2027 BSNL 558 കോടി രൂപ ലാഭം നേടുമെന്നും 2027 കമ്പനി ലാഭത്തിലാകുമെന്നും കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിൽ ടെലികോം വകുപ്പ് അവകാശപ്പെട്ടിരുന്നു. 4G 5G സേവനങ്ങൾ ആരംഭിക്കുന്നതോടെ വരും വർഷങ്ങളിൽ BSNL വരുമാനം വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അവകാശവാദം നടത്തിയിരിക്കുന്നത്. 2027 ലാഭത്തിലാകണമെങ്കിൽ ഇതിന് ഇപ്പോഴേ നടപടികൾ ആരംഭിക്കണം. ഇതിന്റെ ഭാഗമായി ചിലവുകൾ കുറച്ചും പ്രവർത്തനേതര വരുമാനം വർദ്ധിപ്പിച്ചും നഷ്ടം ചുരുക്കാൻ BSNL ലക്ഷ്യമിടുന്നുണ്ട്. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളോടൊപ്പം ചിലവ് കുറയ്ക്കാനുള്ള മാർഗങ്ങളും നോക്കണമെന്ന പാർലമെന്ററി കമ്മിറ്റിയും ടെലികോം വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ VRS 2.0യ്ക്കായി ഫണ്ട് അനുവദിക്കണമെന്ന BSNLന്റെ ആവശ്യത്തിന് സർക്കാർ പച്ചക്കൊടി കാട്ടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.